ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF എന്ന് വെച്ചാൽ എന്താണ്? ഇത് കൊളോക്കിയലി നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത് തന്നെയാണ് IVF എന്ന് പറയുന്നത്. അതായത് സാധാരണഗതിയിൽ ബീജസങ്കലനം, പുരുഷൻ്റെ ബീജവും സ്ത്രീ ബീജവും യോജിക്കുന്നത് ശരീരത്തിനുള്ളിലാണ്, അണ്ടവാഹിനി കുടലുകളിൽ വെച്ചാണ്. ആ ബീജസങ്കലനം നടന്നാൽ മാത്രമേ ഒരു സ്ത്രീ ഗർഭിണിയാകുള്ളൂ. ഇത് നടക്കാത്ത പക്ഷം പല കാരണങ്ങൾ കൊണ്ട് നടക്കാതിരിക്കാം. ചിലപ്പോൾ അണ്ടങ്ങളിലെ പ്രശ്നങ്ങൾ കൊണ്ടാകാം, അണ്ടാശയത്തിലെ പ്രശ്നമാകാം, ഗർഭപാത്രത്തിലെ പ്രശ്നങ്ങളാകാം, അണ്ടവാഹിനി കുഴലുകളിൽ ബ്ലോക്കാകാം. അതുപോലെ പുരുഷവന്ധ്യതയും ഇതിനൊരു കാരണമാകാം. ഇങ്ങനെ ഗർഭധാരണം സാധാരണയായി നടക്കാത്ത പക്ഷം വേറെ IUI പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അതെല്ലാം പരാജയപ്പെടുമ്പോൾ നമ്മൾ IVFിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ IVF എന്താണ്? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ വാക്ക് തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. അതായത് ശരീരത്തിന് പുറത്താണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അതായത് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ട് എല്ലാ സ്ത്രീകൾക്കും സാധാരണ ഒരു മാസത്തിൽ 1-2 അണ്ടങ്ങൾ മാത്രമേ വളരുള്ളൂ. നമുക്കിവിടെ ഒരു ആർട്ടിഫിഷ്യൽ സൈക്കിളായിട്ട് നമുക്ക് കൂടുതൽ അണ്ടങ്ങൾ വളർത്തിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് ഹയർ ഡോസ് ഇഞ്ചെക്ഷൻസ് കൊടുത്ത് വളർത്തിയെടുത്ത് സ്കാൻ ചെയ്ത് 1-2 ദിവസങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അത് നമ്മൾ വേറൊരു ഇഞ്ചെക്ഷൻ കൊടുത്ത് ഓവം പിക്കപ്പ് എന്ന് പറയും, ഓവം പിക്കപ്പിന് വേണ്ടി റെഡിയാക്കും. അത് ചെറിയൊരു അനസ്തീസിയ കൊടുത്തിട്ട് ആണ് ചെയ്യുന്നത്. സ്കാനിൽ കൂടെ തന്നെ താഴെ കൂടെ സ്കാൻ ചെയ്തിട്ട് ആ സ്കാനിൻ്റെ സൈഡിലൊരു സൂചി കാണും. ആ സൂചിയിൽ കൂടെ നമ്മൾ ഈ ഓരോ ഓവറിയിലും കടന്നിട്ട് ആ ഓവറിയിലുള്ള ഈ അണ്ടങ്ങൾക്ക് ചുറ്റും ഫ്ലൂയിഡ് കാണും, ഫോളിക്കിൾ എന്ന് പറയും. ആ ഓരോ ഫോളിക്കിളിൻ്റെ അകത്തും കയറിയിട്ട് ആ ഫ്ലൂയിഡ് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് അണ്ടവും കൂടെ കാണും. അതിനെ നമ്മൾ ലാബിൽ കൊടുക്കും. ലാബിൽ വെച്ച് എംബ്രിയോളജിസ്റ്റ് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ട് ഈ ഓരോ ഫോളിക്കിളിലും അണ്ടങ്ങൾ കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അതിന് വേറെ ചില പ്രത്യേക ദ്രാവകങ്ങളിൽ കൾച്ചർ ചെയ്യും. അതേസമയം പുരുഷൻ ബീജം കൊടുക്കുന്നു. ആ പുരുഷ ബീജം നമ്മൾ IUIക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പ്യൂരിഫൈ ചെയ്ത് ഏറ്റവും നല്ല ബീജമെടുത്ത് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്തിട്ട് ഈ പുരുഷ ബീജവും സ്ത്രീ ബീജവും ഒരുമിച്ച് ഒരു ഡിഷിൽ വയ്ക്കുന്നു. എന്നിട്ട് നമ്മളതിനെ കൾച്ചർ ചെയ്യുന്നു. അടുത്ത ദിവസം ബീജസങ്കലനം നടന്നോ ഇല്ലയോ എന്ന് നോക്കും. ഇതാണ് IVF. ഈ IVFൻ്റെ കൂടെ സർവ്വസാധാരണ ചെയ്തു വരാറുള്ള വേറൊരു കാര്യമുണ്ട്, ICSI. ചിലപ്പോൾ IVF മാത്രം ചെയ്യും, ചിലപ്പോൾ IVF ICSI എന്ന് പറയും. ICSI എന്ന് പറയുന്നത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്നാണ്. ഇവിടെ നമ്മൾ ഒരു പടി കൂടെ മുന്നോട്ട് പോവുകയാണ്. അതായത് പുരുഷ ബീജത്തിനെ എടുത്ത് ഓരോ പുരുഷ ബീജത്തിനും ഏറ്റവും നല്ല ബീജം നോക്കി നമ്മൾ മൈക്രോസ്കോപ്പിൽ എംബ്രിയോളജിസ്റ്റ് നോക്കിയിട്ട് നല്ല ബീജം എടുത്ത് ആ എഗ്ഗിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ICSI എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം IVF പോലെ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അടുത്ത ദിവസം ഫെർട്ടിലൈസേഷൻ ആയോ എന്ന് നോക്കും. അത് കഴിഞ്ഞ് അത് ഭ്രൂണമാകും. അത് ലാബിൽ വെച്ച് തന്നെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ദിവസം നോക്കുമ്പം 4 സെല്ലൊക്കെ കാണും. പിന്നത്തെ ദിവസം നോക്കുമ്പോൾ 6 to 8 സെൽസ് ആകും. മൂന്നാമത്തെ ദിവസം പിന്നെ ഉള്ളത് ഈ ഭ്രൂണമായത് തിരിച്ചിടുക എന്നുള്ളതാണ്. ചിലപ്പോൾ 3ൻ്റെ അന്ന് ഉള്ളതെടുത്ത് തിരിച്ചിടാം, ചിലപ്പോൾ 5ാമത്തെ ദിവസമോ 6ാമത്തെ ദിവസം വരെ വളർത്തിയെടുക്കാം. അതിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. അതിനെയും നമുക്ക് തിരിച്ചിടാം. അത് അതേ സൈക്കിളിൽ തന്നെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. അതല്ല അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത പക്ഷം അത് ആ ഭ്രൂണങ്ങൾ നമുക്ക് ശീതീകരിച്ച് വെക്കാം. അതിനെയാണ് ക്രയോപ്രിസർവേഷൻ അഥവാ ഫ്രീസിങ് എന്ന് പറയുന്നത്. എന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ട് അത് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാൻ പറ്റും. ഇതാണ് ചുരുക്കത്തിൽ IVF ICSI എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ഗൈനക്കോളജിസ്റ്റും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ IVF സ്പെഷ്യലിസ്റ്റും ആവശ്യമുണ്ട്, ഒരു എംബ്രിയോളജിസ്റ്റും ആവശ്യമുണ്ട്, ഒരു നല്ല IVF ലാബും ആവശ്യമുണ്ട് ഈ ഭ്രൂണങ്ങളൊക്കെ വളരാൻ. ഇനി എനിക്ക് പറയാനുള്ളത്, ആർക്കൊക്കെയാണ് IVF വേണ്ടത്? അതായത് IVF എല്ലാവർക്കും ആവശ്യമില്ല. ചിലർക്ക് ആദ്യം തന്നെ IVF വേണ്ടി വരും. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ തീരെ പുരുഷ ബീജം ഇല്ലാതിരിക്കുക. അങ്ങനെയുള്ളവർക്ക് വൃഷണങ്ങളിൽ നിന്ന് കുത്തിയെടുത്ത് ബീജം എടുത്തു കഴിഞ്ഞാൽ ആ ബീജം കൊണ്ട് നമുക്ക് ICSI മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തായാലും IVF തന്നെ ചെയ്യണം. പിന്നെയുള്ളത് ട്യൂബൽ ബ്ലോക്ക്. ഈ അണ്ടവാഹിനി കുഴലുകളിൽ തടസ്സം ഉണ്ടാവുക, മുൻപേ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നിട്ട്, അങ്ങനെയുള്ളവർക്കും ബീജസങ്കലനം നടക്കില്ല. അവർക്കും എന്തായാലും IVF തന്നെ വേണം.
പിന്നെ എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങൾ, വളരെ സിവിയറായിട്ട് എൻഡോമെട്രിയോസിസ് ഒക്കെ ഉണ്ട്, ഇതിനു മുൻപ് സർജറി ചെയ്തിട്ടും ഗർഭിണിയായിട്ടില്ല, ഇങ്ങനെയുള്ളവർക്കും IVF തന്നെ വേണ്ടിവരും. ഇങ്ങനെയുള്ളവർക്ക് ആദ്യം തന്നെ IVFിലോട്ട് പോകുന്നതാണ് ഉത്തമം, അധികം സമയം വൈകിക്കാതെ. ഒരു വലിയ സെറ്റ് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർക്ക് IVF അല്ല പ്രഥമ ട്രീറ്റ്മെൻറ്റ്. അവർക്ക് മരുന്ന് കൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം, ചിലർക്ക് ലാപ്രോസ്കോപ്പിയും പറ്റും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ട്രീറ്റ്മെൻറ്റുകളൊന്നും ഫലമുണ്ടായില്ലെങ്കിൽ മാത്രം IVFിലോട്ട് പോകണം. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ IVFിന് പോകുമ്പോൾ സ്ത്രീയുടെ പ്രായം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ കഴിയുന്നതും ഒരു 30-35 വയസ്സിനും ഇടയ്ക്ക് IVF ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഉത്തമം. കാരണം സ്ത്രീയുടെ വയസ്സ് കൂടുന്തോറും അണ്ടങ്ങളുടെ നമ്പറും കുറയും, ക്വാളിറ്റിയും കുറയും. ക്വാളിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് വഴികളില്ല. അതുകൊണ്ട് അധികം താമസിക്കാതിരിക്കുന്നതാണ് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ മറ്റൊരു കാര്യം, അധികം താമസിക്കാതെ ചെയ്യുമ്പോൾ മരുന്നിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മരുന്നിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ നാച്ചുറലി IVFിൻ്റെ കോസ്റ്റ് കുറയും. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ അണ്ടങ്ങൾ കിട്ടും, ഏജ് കൂടുതലല്ലെങ്കിൽ. അന്നേരം കൂടുതൽ ഭ്രൂണങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ആദ്യത്തതിൽ ശരിയായില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഈ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന എംബ്രിയോ എടുത്ത് ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കാം. അങ്ങനെ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. സോ അധികം താമസിക്കാതിരുന്ന നമുക്ക് കോസ്റ്റും കുറയ്ക്കാം, സക്സസ് റേറ്റും കൂട്ടാം. IVF കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പൊതുവേ ഒരു സേഫായിട്ടുള്ള ഒരു പ്രോസസ്സാണ് IVF. അതിൽ പ്രോബ്ലംസ് വരുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പോലെയുള്ളവർ സ്ത്രീകൾക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അമിതമായ അണ്ടങ്ങൾ ഫോളിക്കിൾസ് വളരാം. അങ്ങനെ അമിതമായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഈ ഭ്രൂണങ്ങൾ തിരിച്ചിടുകയാണെങ്കിൽ ചിലപ്പോൾ ഓവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയും. ഇത് പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, ഇന്ന് നമ്മളത് കാണുന്നേയില്ല. കാരണം ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക്, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങളുള്ള സ്ത്രീകൾക്ക് നമ്മൾ ഈ എംബ്രിയോ ഉണ്ടായതിനു ശേഷം ഫ്രീസ് ചെയ്ത് വെക്കും. എന്നിട്ടൊരു 2-3 മാസം കഴിഞ്ഞ് മാത്രമേ ഈ ഭ്രൂണങ്ങൾ തിരിച്ചിടുകയുള്ളൂ. അപ്പം അങ്ങനെയാകുമ്പോൾ OHSS എന്ന് പറയും, ഓവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ നമുക്ക് ഇല്ലാതാക്കാം. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഇരട്ടക്കുട്ടികൾ, 3 കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. അതിന് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത്, ഒന്നുകിൽ 1-2 എംബ്രിയോയിൽ കൂടുതൽ ഇടാൻ പാടില്ല. അത് കൂടുതൽ ഇടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി വരും. അത് നല്ലൊരു കാര്യമല്ല. ഇത് രണ്ടും ഡോക്ടർമാർ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.